ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സപ്ലൈകോ 50-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഉപഭോക്താക്കൾക്കായി ആകർഷകമായ നിരവധി ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ. നാളെ മുതൽ ഈ ആനുകൂല്യങ്ങൾ പ്രാബല്യത്തിൽ വരും. നവംബർ 1 മുതൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ സപ്ലൈകോ നടപ്പാക്കും. 250 കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുക. 140 നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന രീതിയിൽ 14 ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കും. ഗുണനിലവാരമുള്ള അരിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി പുഴുക്കലരി സബ്സിഡി അരിയിൽ ഉൾപ്പെടുത്തി സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് 20 കിലോഗ്രാം അരി വീതം നൽകും. നിലവിൽ ഇത് 10 കിലോഗ്രാം ആണ്. സപ്ലൈകോയിലെ ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡുകൾ ഏർപ്പെടുത്തും. ഇതുവഴി ഓരോ പർച്ചേസിലും പോയിന്റുകൾ ലഭിക്കുകയും ഈ പോയിന്റുകൾ വഴി പിന്നീടുള്ള പർച്ചേസുകളിൽ വിലക്കുറവ് ലഭിക്കുകയും ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. പ്രധാന ഓഫറുകളും ഇളവുകളും എന്തെല്ലാമെന്ന് നോക്കാം. UPI പണമിടപാട്, അതായത് ഗൂഗിൾ പേ, ഫോൺ പേ വഴി 500 രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ UPI മുഖേന അടയ്ക്കുന്ന ഉപഭോക്താക്കൾക്ക് 5 രൂപ വിലക്കുറവ് ലഭിക്കും. അതുപോലെ ശബരി ഉൽപ്പന്നങ്ങൾക്ക് 50% കിഴിവ്, അതായത് 88 രൂപ വിലയുള്ള ശബരി അപ്പപ്പൊടിയും ശബരി പുട്ടുപൊടിയും വെറും 44 രൂപയ്ക്ക് കിട്ടും. അതായത് 50% വിലക്കുറവോടെ നമുക്ക് വാങ്ങാം. അതുപോലെ 5 മണി ഓഫർ, വൈകുന്നേരം 5 മണിക്ക് മുമ്പ് വാങ്ങുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ബ്രാൻഡഡ് നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾക്ക് 5% അധിക വിലക്കുറവ് ലഭിക്കും. അതുപോലെ പഞ്ചസാര 5 രൂപയ്ക്ക്, ഇത് ഏറ്റവും നല്ലൊരു ഓഫറാണ്. 1000 രൂപയ്ക്ക് സബ്സിഡിയേതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് 1 കിലോ പഞ്ചസാര വെറും 5 രൂപയ്ക്ക് സ്വന്തമാക്കാം. അതുപോലെ ശബരി ഗോൾഡ് ടീ കുറഞ്ഞ വിലയിൽ 500 രൂപയ്ക്ക് സബ്സിഡിയേതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് 105 രൂപ വിലയുള്ള 250 ഗ്രാമിൻ്റെ ശബരി ഗോൾഡ് 61 രൂപയ്ക്ക് ലഭിക്കും. വനിതകൾക്ക് പ്രത്യേക കിഴിവുണ്ട്. സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡിയേതര ഉൽപ്പന്നങ്ങൾക്ക് 10% വരെ പ്രത്യേക കിഴിവ് ലഭിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച പെൻഷനും ശമ്പള വർധനവും അടക്കമുള്ളവ നൽകാൻ ധനവകുപ്പ് ഒരുക്കം തുടങ്ങി. ഡിസംബർ 1 മുതൽ തന്നെ ഇവയെല്ലാം വിതരണം ചെയ്യാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത്. ഇത് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും മറ്റ് വകുപ്പുകളെ ഏൽപ്പിക്കാതെ ധനവകുപ്പ് വഴി തന്നെ നൽകാനാണ് ആലോചന നടക്കുന്നത്. സ്ത്രീകൾക്കുള്ള പെൻഷനും യുവജനങ്ങൾക്കുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പും ഡിസംബർ 1 മുതൽ തന്നെ നൽകാനാണ് ശ്രമം. സ്ത്രീകൾക്കുള്ള പെൻഷനും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിനും പൊതുവായ മാനദണ്ഡങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് അന്തിമമായിട്ടില്ല. ഇത് വിതരണം ചെയ്യുന്ന രീതി, സംവിധാനം എന്നിവയെക്കുറിച്ചെല്ലാം തീരുമാനിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം തന്നെ ചട്ടക്കൂട് തയ്യാറാക്കി തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ നൽകാനാണ് ശ്രമം. അതുപോലെ ക്ഷേമ പെൻഷൻ 1600 നിന്ന് 2000 രൂപയാക്കിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ നവംബർ 27 മുതൽ വിതരണം ചെയ്യാനാണ് തീരുമാനം. പഴയ പെൻഷൻ തുക പ്രകാരമുള്ള 1600 രൂപ ഒരു മാസത്തെ കുടിശ്ശിക ഇനിയും നൽകാനുണ്ട്. അതും ഈ സാമ്പത്തിക വർഷം തന്നെ നൽകാനാണ് ധനവകുപ്പിൻ്റെ നീക്കം. അതേസമയം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ പരിഷ്കരണവും പങ്കാളിത്ത പെൻഷൻ പ്രകാരമുള്ള പദ്ധതി പ്രഖ്യാപിക്കലും കൂടി സർക്കാർ ഇനി പ്രഖ്യാപിച്ചേക്കും. ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ട്. ശമ്പള കമ്മീഷനെ നിയമിച്ചാൽ കൂടുതൽ സമയം വേണ്ടിവരും എന്നതിനാൽ ശമ്പള പരിഷ്കരണത്തിന് ഉദ്യോഗസ്ഥതല സമിതി മതിയോ എന്നും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. നിലവിൽ ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചെങ്കിലും വരാനിരിക്കുന്ന ഈ സർക്കാരിൻ്റെ അവസാന ബജറ്റിൽ ഇനിയും കൂട്ടണമെന്ന് LDF-ന്റെ ആവശ്യമുയർന്നിട്ടുണ്ട്. നേരത്തെ LDF പ്രകടന പത്രികയിൽ 2500 രൂപയായിരുന്നു പെൻഷൻ വാഗ്ദാനം. ഈ വാഗ്ദാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നടപ്പിലാക്കണമെന്നാണ് LDF-ൽ നിന്നും ഉയരുന്ന ആവശ്യം.